ഈ ചെലവ് LOC കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം പൊതുവായി പറഞ്ഞു. ഈ ചെലവ് LOCയിൽ പങ്കെടുക്കുന്നവർ അവർക്ക് എന്ത് ലഭിക്കും? അതൊരു വളരെ ചിന്തിക്കേണ്ട ഒരു ചോദ്യവും ഉത്തരവാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തപ്പോൾ സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുമെന്ന് വെച്ചിട്ട് ആരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? പലപ്പോഴും സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നത് മാനക്കേടായി കണ്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതത്തിലുണ്ട് താനും. ഭാരതാംബയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുമ്പം എന്തെങ്കിലും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ. അവരൊരു നവജവാൻ സ്പിരിറ്റുള്ള ആളുകളാണ്, അവരൊരു വോളണ്ടിയറാണ്. ഞാനിന്ന് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭാരതം ഒരു നിലയിലെത്തിയതിന് ശേഷം ജനിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. നമുക്ക് ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി? നമ്മൾ വിദ്യാഭ്യാസം നേടി, നമുക്ക് ആവുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യും. വലിയൊരു പ്രവർത്തനം എന്ത് ചെയ്തു? ഇതൊരു ചോദ്യമാണ്. ആ ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ പറഞ്ഞു, ആകസ്മികമായി അങ്ങനെ വന്നതാണ്. നമ്മളൊക്കെ ജീവിക്കും, മരിക്കും, അല്ലേ? ജനിക്കും, ജീവിക്കും, മരിക്കും, എല്ലാവർക്കും ഉള്ളതാണത്. മരണസമയത്ത് ചില ആളുകൾ നമ്മൾ പറയും എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, രാജാവും മരിക്കും, മന്ത്രിയും മരിക്കും, ഒക്കെ മരിക്കും, മഹാത്മാക്കളൊക്കെ മരിക്കും. ചില ആൾക്കാർ മരിച്ചാൽ നമ്മൾ ചത്തുപോയി എന്നാണ് പറയുക. കാശ്മീരിൽ ഭീകരവാദികൾ വെടികൊണ്ടു മരിച്ചു എന്ന് പറയുന്നതിലും ആപ്റ്റ് കാശ്മീരിലെ ഭീകരവാദി വെടികൊണ്ട് ചത്തു എന്ന് പറയുന്നതാണ്. അതാണ് കറക്റ്റ് യൂസേജ്. ഏതൊരു പത്രം ഈ ഇടയ്ക്ക് അങ്ങനെ യൂസ് ചെയ്തു, വെടികൊണ്ട് ചത്തു എന്ന്. നമ്മൾ തന്നെയായിരുന്നു, നിങ്ങളാ ഉപയോഗിച്ചത്. അത് കറക്റ്റ് യൂസേജ് ആണത്. കാരണം അവൻ ലോകത്തിന് ദ്രോഹം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവനാണ്, അവൻ ചത്തു പോകാനുള്ളവനാണ്. അങ്ങനെ ചത്തുപോകുന്ന ആളുകളുണ്ട്, ദിവംഗതരാകുന്ന ആളുകളുണ്ട്, രാജാവൊക്കെ മരിച്ച നാട് നീങ്ങി എന്നൊക്കെയാണ് പറയാം. ഇതൊന്നും അല്ലാതെ മരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെ യശശരീരരായി എന്നാണ് പറയാം. ആ വാക്കിൻ്റെ അർത്ഥം യശസ് ശരീരമായി തീർന്നു എന്നാണ്. യശസ്സാണ് പിന്നെ ശരീരമായി തീർന്നത്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമി യശശരീരം ആണ്, ആ ശരീരം യശസ്സാണ്. ഇന്നും അത് ജീവിക്കുന്നുണ്ട്, യശസ്. നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ യശസ് നമ്മുടെ മരണത്തെ അതിജീവിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഭാരതം അമൃതസ്യ പുത്ര എന്ന് വിളിക്കുന്നത്. നമ്മൾ അമൃതത്തിൻ്റെ പുത്രന്മാരാവണമെങ്കിൽ കാലം എടുത്തു പോകാത്ത എന്തെങ്കിലും ചെയ്യണം. കാലം എടുത്തു പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനില്ലാത്ത പ്രവൃത്തിയാണ്. എന്നെ മാറ്റി വെച്ച് എന്ത് ചെയ്താലും അത് കാലം അതിനെടുക്കൂല. അത് കാലത്തെ കടന്നു നിൽക്കുന്ന ഒന്നാണ്, അത് കാലത്തെ വഞ്ചിച്ച് നിൽക്കുന്ന ഒന്നാണ്. അത് എല്ലാ കാലത്തും സർവകാലികമാണ്. അപ്പം ഞാനില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ, എൻ്റെ അഹമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ ഭാരതാംബ തന്ന അവസരമാണ് ഈ അവസരം. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് തിരിച്ചു വരുന്ന ഒരാൾ ചെലവ് LOCക്ക് ശേഷം അയാളുടെ ജീവിതം ചെലവ് LOCക്ക് മുമ്പും ചെലവ് LOCക്ക് ശേഷവും എന്ന പേരിൽ മാർക്ക് ചെയ്യപ്പെടും. അയാൾ മരിക്കാൻ നേരത്ത്, ജീവിതാവസാനത്തിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ അയാളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. ഞാൻ ചെലവ് LOCയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റം വരെ ഒരു ബുള്ളറ്റ് ബൈക്കിൽ ഭാരതത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്.